ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് സന്നിധാനത്തെത്തും. 11 മണി മുതൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്താനാണ് നിലവിലെ തീരുമാനം. നാളെയായിരിക്കും ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ പരിശോധിക്കുക. പത്തനംതിട്ട നേവി ജയശങ്കർ ചെയ്യുന്നു. ജയശങ്കർ, നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് പറഞ്ഞതാണ് ദേവസ്വം രജിസ്ട്രിയിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന ഏറെ നിർണായകമാണ്. എങ്ങനെയായിരിക്കും പരിശോധനയുടെ സ്വഭാവം? ഇന്ന് 7 മണിയോടുകൂടി സന്നിധാനത്തേക്ക് തിരിക്കും. രാവിലെ 11 മണി മുതൽ പരിശോധന നടത്താനാണ് നിലവിലെ തീരുമാനം. ഇന്ന് മറ്റു തരത്തിലുള്ള വസ്തുക്കളായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക. സ്വർണ്ണാഭരണങ്ങൾ, മറ്റ് ഉരുപ്പടികളായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക. നാളെ ആയിരിക്കും ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണ പാളികൾ പരിശോധിക്കുക മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഈ സ്മിത്ത് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധർ കൂടി അദ്ദേഹത്തെ അനുഭവിക്കുന്നുണ്ട്. അവരായിരിക്കും ഈ കാര്യത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരനെ സഹായിക്കുക. ഈ മൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ ഒരു റിപ്പോർട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മൂല്യ പരിശോധനയ്ക്ക് വേണ്ടി ജസ്റ്റിസ് കെ ടി ശങ്കരനെ അമിക്കസ് ക്യൂറിയായി ഹൈക്കോടതി നിയോഗിക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം ഇന്നും നാളെയും സന്നിധാനത്ത് പരിശോധന പൂർത്തിയാക്കും. കൃത്യമായി ഹൈക്കോടതി സമയക്രമം ഉൾപ്പെടെ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ 4 മണി വരെ ആയിരിക്കും ഇന്നത്തെ പരിശോധന. 2ാം ദിവസം ഞായറാഴ്ച ഈ പരിശോധന തുടരും. ശബരിമലയിലെ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആറന്മുളയിലേക്ക് നീങ്ങുക എന്നതാണ് ദൗത്യം. നിലവിൽ തിങ്കളാഴ്ച ആറന്മുളയിലെ ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാൻ ആണ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയിലെ പരിശോധന നീണ്ടുപോയാൽ ആറന്മുളയിലെ പരിശോധനയും നീളും. പക്ഷേ നിലവിലെ ക്രമീകരണം അനുസരിച്ച് തിങ്കളാഴ്ച ആറന്മുളയിലും പരിശോധന നടത്തും. എന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ പരിശോധനയുടെ റിപ്പോർട്ട് അതും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് ഏറെ നിർണായകമാണ്. എന്തായാലും 7 മണിയോടുകൂടി അദ്ദേഹം സന്നിധാനത്തേക്ക് തിരിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. സുഹേൽ. ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.